ഹായ് വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഒരു 7 മണി മുതൽ ഉച്ച 1 മണി വരെയുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ എഴുന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടന് 8:30 പോകണമല്ലോ. അപ്പോൾ 7 മണിയാകുമ്പോൾ എണീറ്റ് ഫസ്റ്റ് തന്നെ ഞാൻ മുതിര തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പാല് തിളപ്പിക്കുകയാണ് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ കാപ്പിയാണ് കേട്ടോ എല്ലാവരും കുടിക്കാറുള്ളത്. ചായയോട് വലിയ കമ്പല്ല, അമ്മയ്ക്ക് ചായയൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാനിതാ പുട്ടിന് കുഴയ്ക്കാണ് കേട്ടോ. ആദ്യമൊക്കെ അജ്മിയുടെ പുട്ടുപൊടിയായിരുന്നു കേട്ടോ മേടിച്ചിരുന്നത്. അടിപൊളി പുട്ടുപൊടിയായിരുന്നു. ഇതെനിക്ക് അബദ്ധം പറ്റിയതാണ്. ടേസ്റ്റി നിബിൾസിൻ്റെ പുട്ടുപൊടി ഉണ്ടല്ലോ, ബൈ 1 get 1 ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം എടുത്തതാണ് കേട്ടോ. ഒരു ടേസ്റ്റും ഇല്ല പുട്ടിന്. അയ്യോ എനിക്കിഷ്ടമായില്ല. എനിക്ക് എൻ്റെ ഫേവറേറ്റ് പറഞ്ഞത് അജ്മിയുടെ പുട്ടുപൊടിയാണ്. എന്ത് ടേസ്റ്റാണെന്നറിയോ അത് പുട്ടുണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി ഞാൻ എന്തായാലും മറ്റേ പുട്ട് മേടിക്കില്ല, ടേസ്റ്റ് നിബിൾസിൻ്റെ മേടിക്കില്ല. അബദ്ധം പറ്റിപ്പോയി. പിന്നെ ഞാൻ എന്താ പുട്ടുണ്ടാക്കാൻ വേണ്ടി നാളികേരം വേണമല്ലോ, അപ്പോൾ അത് ചിരകി അപ്പോഴത്തേനും പാല് തിളച്ച് വന്നപ്പോൾ ഞാനൊന്ന് സ്റ്റവിൻ്റെ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ്ടോ ടേസ്റ്റി നിബിൾസിൻ്റെ വൈറ്റ് പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തേക്കണത്. അയ്യോ ആർക്കെങ്കിലും ഇഷ്ടമുള്ള സംഭവം അനിച്ചത് കമൻറ്റ് ചെയ്യാട്ടോ, അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ഒരുമാതിരി വെള്ളവും പിടിക്കുന്നില്ല, പിന്നെന്താ എത്ര അളവ് കറക്റ്റും കിട്ടുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു തരമായിരുന്നു. പിന്നെ എന്താ പറയുക, പുട്ട് ഉണ്ടാക്കിയപ്പോൾ പൊടിഞ്ഞു വരിക, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഇതാ പാല് തിളച്ചപ്പോൾ പഞ്ചസാര ഇട്ടു, കാപ്പിപ്പൊടി ഇട്ടു, നന്നായിട്ട് തിളച്ച് വരണ്ട. ഞങ്ങൾക്ക് കൂടുതലിഷ്ടം ബ്രൂ കോഫി ഉണ്ടല്ലോ, അതാണ് കേട്ടോ കൂടുതലിഷ്ടം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച കാപ്പിപ്പൊടിയാണ്. വീട്ടിലുണ്ടായിരുന്നു, കാപ്പിക്കുരു ഉണ്ടായിരുന്നു മുന്നേ, അപ്പോൾ അത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തരിതരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അരിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയുക, എന്തായാലും തരിതരി തൊണ്ടേ കൊടുക്കും. അപ്പോൾ അതാ അരിക്കുകയാണ്. പിന്നെന്താ ഇനിയിപ്പോൾ ഇത്രക്കാലം പപ്പടും പഴമൊന്നും ഉണ്ടാക്കണില്ല, പുട്ടും മുതിരക്കറിയും മാത്രമേ ഉണ്ടാക്കണുള്ളൂ. കാരണം ആമി പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പപ്പടം കാച്ചാൻ ഒന്നിനും നേരം ഉണ്ടാവില്ല. കണ്ടോ പുട്ട് കണ്ടോ, ഒരു വൃത്തിയില്ലാത്ത മാതിരിയുള്ളൊരു പുട്ടായിരുന്നു. അതിൽ നല്ല 3 പീസ് നോക്കിയിട്ട് ഞാൻ ഏട്ടന് കൊടുത്തയച്ചു കൂട്ടാം. പിന്നെ ഇതാ അപ്പോഴത്തേനും മുതിരയിൽ വിസിൽ വന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ സംഭവം വെന്തിട്ടില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു എന്നറിയോ, പിന്നെ വീണ്ടും 4-5 വിസിലും കൂടി അടിച്ചു. എന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് കാണുന്നത് നിങ്ങൾ. കേട്ടിരുന്നേട്ടാ സാധനം എന്തെന്ന് ഉപ്പുണ്ടല്ലേ. പീപ്പി പോവാത്ര അച്ഛനെ പിടിക്കും. ചിലപ്പോ കുട്ടി ഇങ്ങനെ പിടിക്കുന്നു, കുട്ടിക്ക് പിടിക്കാൻ പറ്റില്ല. പോവാത്ര. അപ്പോൾ 8:00 ഏട്ടൻ പോയി. അപ്പോഴത്തേനും അമ്മ മുരിങ്ങയുടെ ഇല പൊട്ടിച്ചോടുന്നുണ്ടായിരുന്നു. എന്നാൽ വിചാരിച്ചു ഹെയർ കെയർ ചെയ്യാൻ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, വഴിയെ ഞാൻ അപ്ലോഡ് ചെയ്യും. എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതാ വാഴക്കൂമ്പുണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരൻ വെക്കാമെന്ന് പറഞ്ഞു. അതെന്തായാലും ഇപ്പോൾ തോരൻ വെക്കത്തില്ല, വൈകുന്നേരം രാത്രിക്ക് അമ്മയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ സ്രാവ് ഉണ്ടായിരുന്നു, ഉണക്കസ്രാവ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കസ്രാവും അല്ലെങ്കിൽ പച്ചസ്രാവ് കൂട്ടാൻ വെക്കണതും വറക്കണതും. എനിക്ക് കൂടുതൽ വറക്കണതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഞാനിതാ മുരിങ്ങയിലൊക്കെ നന്നാക്കി അത് കഴുകാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ സ്രാവ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലുള്ള മിൻറ്റാണ് കേട്ടോ. ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിൻറ്റിൻ്റെ ഇലയാണ്. അത് എന്താ പറയുക കുറച്ച് മുന്നേ കുത്തിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ ഇതാ കുറേ പാത്രങ്ങൾ കഴുകാണ്ട് ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെ, കുറച്ചായിട്ട് കഴുകാമെന്ന്. കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഹെയർ കെയർ ഒക്കെ ചെയ്ത് വന്നപ്പോൾ നല്ല 8ൻ്റെ പണി കിട്ടി. നില മൊത്തം പച്ച കളറിൻ്റെ അഭിഷേകമായിരുന്നു. എന്നാൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്ന് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അമ്മ എന്നെ അറക്കം പിടിച്ചിട്ട്.
അപ്പോൾ അതൊക്കെ തുടക്കണം. എൻ്റെ തോർത്തിൻ്റെ കോലം കണ്ടില്ലേ, പച്ചപ്പൂപ്പൽ പിടിച്ച പോലെ ആയിട്ടുണ്ട് തോർത്ത്. കാരണം തലേന്ന് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് വന്നിട്ടേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മേലും മുഖവും കഴുത്തൊക്കെ തുടച്ചിട്ടായിരുന്നു ഇരിക്കേണ്ടായിരുന്നത്. അത് കാരണം ആ കളറ് മൊത്തം പച്ചയും അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരുമ്പാൻ നേരത്തെ അമ്മ എന്നെ ഒരു ആട്ടും പിടിച്ചിട്ട്. അതാണ് എനിക്കിനി അറിയേണ്ടത് എങ്ങനെയായിരിക്കുമെന്ന്. നല്ല വിറ്റാണ് നമ്മുടെ ചീത്ത പറയൽ കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്നും മിണ്ടില്ല. ചില സമയത്ത് ദേഷ്യം വന്ന് അങ്ങോട്ട് തർക്കിക്കുന്നതന്നെ ഉള്ളൂ. പിന്നെ ഇതാ നമ്മൾ വാഴക്കൊമ്പ് നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല അസല ആവോലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവോലി ഉണ്ടായിരുന്നു, അയില ഉണ്ടായിരുന്നു. എനിക്ക് അയില തിന്നാൻ എന്താണെന്ന് അറിയില്ല. ചില അയില തിന്നാലേ നാവുമ്മ പുണ്ണ് വരും, നാവുമ്മലും തൊണ്ണുമ്മലൊക്കെ. അപ്പം ഞാൻ അയില അധികം ഇപ്പോൾ കൂട്ടാറില്ല. അപ്പോൾ ആവോലി മേടിച്ചു കേട്ടോ. കിലോന് 240 രൂപയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അര കിലോനെ മേടിക്കാറുള്ളൂ സാധാരണ. അപ്പോൾ ഇതാ ഹെയർ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഭസ്മം തൊട്ടിട്ടുണ്ടായിരുന്നില്ല. കുളി കഴിഞ്ഞ് വന്നൊരു ഭസ്മം തൊടലൊരു നിർബന്ധമാണല്ലോ. അതല്ലേ നമ്മുടെ നാട്ടിൻപുറത്തുകാരികളായ നമ്മളുടെ ഒരു ഹോബി. എൻ്റെ ഒരു ഹോബി അങ്ങനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭസ്മം തൊടുക, ചന്ദനം തൊടുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ആമിക്കുട്ടി നല്ല ഉറക്കായിരുന്നു. ഞാൻ കുളിക്കണതിന് മുന്നേ അവളെന്നെ ഉറക്കി കെടുത്തിട്ടാണ് പോയത്. പിന്നെ ഞാൻ കുളിച്ച് വന്നപ്പോൾ പാത്രം കഴുകാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം തോനെ പാത്രം ഉണ്ടായിരുന്നു. എൻ്റെ ഹെയർ കെയർ ചെയ്തിട്ടുള്ള കുറേ എന്താ പറയുക, മിക്സി എന്നാണ് പറയുന്നത്, ജാറിൻ്റെയും ഒക്കെ അതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അരിച്ചുള്ള അരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹെയർ കെയറിൻ്റെ വീഡിയോ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് ഈ ഹെയർ കെയറും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുള്ള വീഡിയോസൊന്നും ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. കാരണം തീരെ വ്യൂസിൽ 60 വ്യൂസ്, 50 വ്യൂസ്, 70 വ്യൂസ്, ഈ ഒരു വ്യൂസിലാണ് നിൽക്കുന്നത്. എന്താ പറയുക, നിങ്ങൾക്ക് ഏത് തരം വീഡിയോസാണ് ഇഷ്ടമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിതുപോലെ കോമഡി വീഡിയോസ് ചെയ്യണതാണോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണതാണോ, നമ്മുടെ സാധാ ഡെയിലി വ്ളോഗ്സാണോ, ഏതാ ഇഷ്ടം എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറയാട്ടോ. ഞാനിനി 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡെയിലി വ്ളോഗ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുള്ള വേറൊരു വീഡിയോസിൽ ഡെയിലി വ്ളോഗ്സ് മാത്രം ഇടണമെന്ന് ഞാനൊരു പ്ലാനിങ് ഉണ്ട്. ഇതെന്തിപ്പോൾ ശബ്ദം കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമിക്കുട്ടി ചന്ദനം ഇട്ട് വെച്ച പാത്രം എടുത്ത് കൊട്ടി കളിക്കണ. ചന്ദനം മൊത്തം നിലത്ത് വാരി പൂശിയിട്ടുണ്ട് അവൾ. ഇനി അമ്മമ്മ വന്ന് കഴിഞ്ഞാൽ നല്ല ആട്ട് കേൾക്കും. അതുവരെ ആമി ഇങ്ങനെ ഇരുന്ന് കളിക്കും അവിടെ. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യണ കാരണം എനിക്കിപ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ ശ്രദ്ധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ റെക്കോർഡിങ് നടക്കില്ല. എനിക്കിപ്പോൾ 2 മണിയാകുമ്പോൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസിലും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ ഞാൻ. പിന്നെ ഇതാ നല്ല ആവോലി കിട്ടിയിട്ടുണ്ട് പറഞ്ഞില്ലേ, നല്ല കുട്ടൻ ആവോലിയാണ് കേട്ടോ. വലിയ ആവോലിക്ക് 10-700 രൂപയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. അവർ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതാ ആവോലി കിട്ടിയാൽ നന്നാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇരുന്നു. അപ്പോഴത്തേനും നമ്മുടെ പൂച്ചക്കുട്ടൻ വന്നിട്ടുണ്ട്. മീൻ നന്നാക്കിയിട്ട് അങ്ങോട്ട് തരും. മീൻ നന്നാക്കിയിട്ട് അങ്ങോട്ട് തരും. പൊക്ക നമ്മുടെ ആവോലിയും ഉണക്കസ്രാവും വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ചോറ് തിന്നണം. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആമിക്ക് കൊടുത്തുട്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.